നിശ്ചയമുണ്ട്. എൻ്റെ മക്കളെ അടിക്കുക ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അടിച്ചത് ഞങ്ങൾ അറിയണില്ല. ഭീഷണിപ്പെടുത്തിയെന്ന് എൻ്റെ മോൻ വന്ന് പറഞ്ഞു. ഞാൻ രാവിലെയും കോവിലിൽ പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുളിച്ചുകൊണ്ടൊക്കെ എൻ്റെ മക്കളൊക്കെ ഇല്ല, ഞാൻ കണ്ടില്ല. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. രണ്ടുപേരെ കൈയും കെട്ടി വെച്ചിട്ട് ഇവരിങ്ങനെയാണ് ഇങ്ങനെ തോന്നുന്നത്. മാറ്റി ചെയ്യണം. ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോഴ് ഇവിടെ പിടിച്ചു പെട്ടെന്ന് കെട്ടിച്ചതാണ്. സാമ്പത്തികമല്ല, ജാതിയുടേതുണ്ട്. സാമ്പത്തികത്തിന്റെ ഉണ്ട്, ജാതിയുടേതുണ്ട്. ഞങ്ങൾ SC-കാരാണ്, ഒരു നായർ സമുദായത്തിലുള്ളതാണ്. സ്നേഹിച്ച് കല്യാണത്തിന് മുമ്പേ മക്കൾ വിളിച്ചോണ്ട് വന്നെങ്കിൽ ഞാൻ അംഗീകരിക്കും. അന്ന് കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവും 2 കുട്ടികളൊക്കെ ആയി ഇനി വിളിച്ചോണ്ട് വന്നാൽ എൻ്റെ മക്കളെ ജീവിക്കാൻ അവരനുവദിക്കൂല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവനെ ഇങ്ങനെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ നാട്ടുകാരാണ് ഇപ്പം പറയണത്. പിന്നെ ചുവട്ടിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്തെന്നോ അവൻ അത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് വെള്ളാണിക്കൽ പാറയ്ക്ക് സമീപത്ത് 2 പേർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നത്. ഒരു യുവതിയും ഒരു യുവാവും. 2 പേരുടെയും ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഒരു നാടൊന്നടങ്കം ആ ആത്മഹത്യയുടെ കഥകൾ പറഞ്ഞു നടക്കുകയാണ്. അവിഹിതമാണത്രേ അവിഹിതം. 2 മക്കളുള്ള പെൺകുട്ടി. ഷെബിൻ വിളിച്ചപ്പോൾ അർച്ചന എന്തിനിറങ്ങിപ്പോകണം? ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മുഖമെങ്കിലും അവൾ കോർത്തുകൂടായിരുന്നു. അവൻ വിളിച്ചതിൽ തെറ്റില്ല, കാരണം അവന് കുടുംബമില്ല എന്നുള്ളതൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ നാട്ടുകാർ കണ്ടതും നമ്മൾ കേൾക്കുന്നതുമായിട്ടുള്ളത് മാത്രമല്ല ആ കുടുംബത്തിന്റെ കഥ. ഇത് ഒരു കൊലപാതകമാകണോ എന്നുള്ള സംശയം വരെ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നും ചിലയിടങ്ങളിൽ ദുരഭിമാന കൊലകൾ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അർച്ചനയുടെയും ഷെബിൻ്റെയും കൈകൾ പരസ്പരം കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു എന്നാണ് മൃതദേഹം കണ്ടെടുക്കുന്ന സമയത്ത് പുറത്തു വന്ന റിപ്പോർട്ട്. അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് തന്നെ ഈ 2 പേരുടെയും കൈകൾ ഞരമ്പറുത്ത നിലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഏതൊരു മനുഷ്യനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചാൽ പോലും ആ ഒരു വേദന അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് അതിൽ നിന്ന് പിന്തിരിയുക എന്നത് ഒരു മനുഷ്യൻ്റെ ബയോളജിക്കൽ രീതിയാണ്. എന്നാൽ അങ്ങനെ കൈ അറുത്തതിന് ശേഷം അവർ 2 പേരും മരത്തിൻ്റെ 2 കൊമ്പുകളിലായിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു, കയറിൽ കെട്ടി തൂങ്ങി എന്ന് പറയുന്നതിൽ തന്നെ വലിയൊരു ദുരൂഹതയുണ്ട്. പോലീസും ഇതൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് വലിയ സംശയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനായി പോകുന്നു എന്നുള്ളതാണ് സൂചനകൾ. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്, വലിയൊരു ദുരൂഹത ഉണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ വിവാഹത്തിന് ശേഷം പ്രണയത്തിലായവരല്ല എന്നുള്ളതാണ്. ഇവൾ വിവാഹം ചെയ്യുന്നത് പോലും ഈ ഒരു പ്രണയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പെൺകുട്ടി യുവാവുമായിട്ട് നേരത്തെ തന്നെ പ്രണയത്തിലായിരുന്നു. ഇവർ തമ്മിലുള്ള പ്രണയം വീട്ടുകാർ അറിഞ്ഞതിന് ശേഷം അവളെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. കഴിഞ്ഞ ദിവസം നമ്മൾ ഉന്നയിച്ച അതേ സംശയങ്ങളിലേക്കാണ് ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ എത്തിച്ചേരുന്നത്. ഈ അർച്ചനയുടെ വിവാഹത്തിന് ശേഷം ഈ യുവാവ് ഷെബിൻ വിദേശത്തേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് വീണ്ടും തിരികെ നാട്ടിലെത്തിയതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ ഇവളെ വീണ്ടും കാണുന്നതും അർച്ചനയോട് വീണ്ടും സംസാരിക്കുന്നതും സൗഹൃദത്തിലാകുന്നതും ഒക്കെ. ഇതിനിടയിൽ അർച്ചനയെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ വിലക്കിക്കൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ ഷെബിനെ പലതവണ ഭീഷണിപ്പെടുത്തിയതായിട്ടടക്കം ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷെബിന്റെ മാതാവ് ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് ചില ബൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ആ ബൈറ്റിൽ നിന്ന് വ്യക്തമാണ് ഈ പറയുന്ന ദുരഭിമാന കൊലയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം. അത് നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ പോലീസിന്റെ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. പോലീസിന്റെ തെളിവുകൾ ആവശ്യമാണ്. അതിലേക്ക് ഈ പറയുന്ന ബൈറ്റ് അല്ലെങ്കിൽ ഇവരുടെ സംശയം അതിഗുരുതരമായിട്ട് എടുക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമ്മ പറയുന്നത് തൻ്റെ കുഞ്ഞ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുകയില്ല, അവന് ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ആ അമ്മ പറയുന്ന ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കാം. നിശ്ചയമുണ്ട്. എൻ്റെ മക്കളെ അടിക്കുക ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അടിച്ചത് ഞങ്ങൾ അറിയണില്ല. ഭീഷണിപ്പെടുത്തിയെന്ന് എൻ്റെ മോൻ വന്ന് പറഞ്ഞു. ഞാൻ രാവിലെയും കോവിലിൽ പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുളിച്ചുകൊണ്ടൊക്കെ എൻ്റെ മക്കളൊക്കെ ഇല്ല, ഞാൻ കണ്ടില്ല. വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. രണ്ടുപേരെ കൈയും കെട്ടി വെച്ചിട്ട് ഇവരിങ്ങനെയാണ് ഇങ്ങനെ തോന്നുന്നത്. മാറ്റി ചെയ്യണം.
ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോൾ ഇവളെ പിടിച്ച് പെട്ടെന്ന് കെട്ടിച്ചതാണ്. സാമ്പത്തികമല്ല, ജാതിയുടേതുണ്ട്. സാമ്പത്തികത്തിന്റെ ഉണ്ട്, ജാതിയുടേതുണ്ട്. ഞങ്ങൾ SC-കാരാണ്, ഒരു നായർ സമുദായത്തിലുള്ളതാണ്. സ്നേഹിച്ച് കല്യാണത്തിന് മുമ്പേ മക്കൾ വിളിച്ചോണ്ട് വന്നെങ്കിൽ ഞാൻ അംഗീകരിക്കും. അന്ന് കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവും 2 കുട്ടികളൊക്കെ ആയി ഇനി വിളിച്ചോണ്ട് വന്നാൽ എന്റെ മക്കളെ ജീവിക്കാൻ അവർ അനുവദിക്കൂല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവനെ ഇങ്ങനെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നോ നാട്ടുകാരാണിപ്പം പറയണ, പിന്നെ ചുവട്ടിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്തെന്നോ അവൻ അത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ശബ്ദ സന്ദേശത്തിൽ അല്ലെങ്കിൽ ഈ അമ്മയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്. ഈ യുവാവ് മരണപ്പെടുന്ന അന്ന് രാവിലെയും ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനം? ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരാഴ്ചയോളമായിട്ട് ഇയാളുടെ വീട്ടുകാർ ഇവരെയും കാണാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചു. ഇത്തരത്തിൽ ഒരുപാട് ദുരൂഹതകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. വലിയ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അയൽവാസികളടക്കം ഈ വിഷയത്തിൽ പറയുന്നത് ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നത് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു, ഞങ്ങൾ എല്ലാവരും കാണാറുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആത്മഹത്യയാണോ കൊലപാതകമാണോ ഈ നടന്നിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഉയരുകയാണ്. ആത്മഹത്യ ചെയ്ത ഇരുവരുടെയും കൈകൾ ഞരമ്പ് അറുത്ത രീതിയിലാണ് എന്ന് നാട്ടുകാർ പറയുമ്പോൾ ആ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. കൈയറുത്ത സമയത്തെങ്കിലും അവർ വേദനയോടെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു വേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ദുരൂഹതകളും സംശയങ്ങളും ഏറെയുള്ള ഒരു കേസായിട്ടാണ് ഇത് മാറുന്നുണ്ട്. കേവലം ഒരു അവിഹിതം എന്നതിനേക്കാൾ ഉപരി അല്ലെങ്കിൽ മക്കളും ഭർത്താവും ഒക്കെയുള്ള ഒരു യുവാവിനൊപ്പം പോയി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞ് നിസാരമായി തള്ളിക്കളയുന്ന ഒരു കേസിനേക്കാൾ അപ്പുറത്തേക്ക് 2 ജീവനുകൾ മറ്റ് ചിലരുടെ ഇടപെടൽ മൂലം നഷ്ടമായി എന്നുള്ള, അല്ലെങ്കിൽ കൊലപാതകം നടന്നു എന്നുള്ള ഗൗരവത്തിലേക്ക് ഇത് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ആര്യനാട് ഭാഗത്തു നിന്ന് കാണാതായ യുവതിയെയും യുവാവിനെയും പോത്തൻകോട് വെള്ളാണിക്കൽ പാറയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വെള്ളനാട് സ്വദേശികളായ ഷെബിൻ എന്ന് പറയുന്ന 34-കാരൻ, അർച്ചന എന്ന് പറയുന്ന 32-കാരി, ഇവരെയാണ് റബ്ബർ തോട്ടത്തിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരസ്പരം കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ. വിദേശ സഞ്ചാര കേന്ദ്രമായിട്ടുള്ള വെള്ളാണിക്കൽ പാറയ്ക്ക് സമീപത്ത് വെള്ളിയാഴ്ച രാവിലെ എത്തിയ വിനോദസഞ്ചാരികളാണ് ഇവരുടെ മൃതദേഹങ്ങൾ ആദ്യം കണ്ടത് എന്നുള്ളതാണ് സൂചന. റബ്ബർ മരത്തിന്റെ 2 കൊമ്പുകളിലായിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ വിവരം പോത്തൻകോട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. 2 പേരും കൈകൾ പരസ്പരം ബന്ധിപ്പിച്ച നിലയിൽ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്ന് അവിടെ എത്തിയ പോലീസ് പ്രാഥമിക നിഗമനം അറിയിക്കുകയും ചെയ്തു. അർച്ചനയെ കാണാനില്ല എന്ന് കാട്ടി കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് ആര്യനാട് പോലീസിൽ പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകിയതിനു ശേഷം പോലീസ് ഇവർ എവിടെയെന്ന് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയായിരുന്നു. ഇതിന് ഇടയിലാണ് രാവിലെ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവർ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസിന്റെയും പ്രാഥമിക നിഗമനം. പോത്തൻകോട് പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പോലീസ് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചന ഇപ്പോൾ നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ നിരവധി സംശയങ്ങൾ ഈ കേസുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അർച്ചനയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നാണ് അറിയേണ്ടുന്നത്. അർച്ചനയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്കറിയാം, വിവാഹം കഴിഞ്ഞവരാണ്, മക്കളുള്ളതാണ്, ഭർത്താവുള്ളതാണ്, കുടുംബമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷെബിനൊപ്പം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം. ഷെബിന്റെ വീടും അർച്ചനയുടെ വീടും തമ്മിൽ ഒരു 2, 3, 4 വീടുകൾ, അത്ര ഒരു 4 മിനിറ്റ് നേരെ നടന്നാൽ എത്തുന്ന വീടുകൾ, അങ്ങനെയാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ അത്രയും അടുത്തുള്ള വീട്ടുകാർ പരസ്പരം സ്നേഹിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ ഈ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അർച്ചനയെ നിർബന്ധിച്ച് മറ്റൊരു വിവാഹത്തിലേക്ക് തള്ളിവിടുന്നു. അതിൽ നിന്നും വീണ്ടും ഈ പറയുന്നത് പോലെ ഷെബിൻ വീണ്ടും അർച്ചനയുടെ ജീവിതത്തിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഒരു കുടുംബത്തിന് മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അഭിമാനക്ഷതമാണോ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു 2 മരണങ്ങൾക്ക് കാരണമായിരിക്കുന്നത് എന്നതാണ് അറിയേണ്ടുന്നത്.